പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാന്താരി മുളകിൻ്റെ തൈ ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ നടണേന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിപ്പോൾ ആദ്യം തന്നെ കുറച്ച് ചാണകപ്പൊടി ഇട്ടു, അതിന് ശേഷം കുറച്ച് ചാരം. ഈ ചാരം കുറച്ച് മതി, ചാണകപ്പൊടി കുറച്ച് കൂടുതൽ വേണം. കാരണം ചാണകപ്പൊടിയാണ് കൂടുതൽ ഇതിന് ഗുണം ചെയ്യുക. ചാരം കുറച്ച് ഒരു അളവിലിട്ടാൽ മതി. അതിനുശേഷം ആദ്യമേ ഞങ്ങൾ പാവി മുളപ്പിച്ച് നിർത്തിയായിരുന്ന തെയ്യാണ്. ഏകദേശം ഒരു 50-55 ദിവസം പ്രായമായ തെയ്യാണ്. അത് പറഞ്ഞെടുത്ത് നടുക്കൊരു ചെറിയ കുഴി പോലെ ഉണ്ടാക്കി, അതിന് ശേഷം ആ കുഴിയിലേക്ക് ഇത് വയ്ക്കുക. ശേഷം കുറച്ച് മണ്ണിടാൻ ചുറ്റും, നല്ല മണ്ണ്. അതിന് ശേഷം അതൊന്ന് ഉറപ്പിക്കുക. അപ്പോൾ ഈ കാറ്റത്തൊക്കെ പെട്ടെന്ന് മറിഞ്ഞു വീഴാണ്ടിരിക്കാൻ ഇത് ഉറപ്പിക്കണേ. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഈ കാന്താരി മുളകിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഒരു കാന്താരി മുളക് വീട്ടിലുണ്ടെങ്കിൽ, കടയുണ്ടെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് പച്ചമുളക് കിട്ടിക്കൊണ്ടിരിക്കും. അത് പല സ്റ്റെപ്പായിട്ട് മുളക് ഉണ്ടാവും. അത് എല്ലാ കാലാവസ്ഥയിലും ഒരു പരിധി വരെ നമുക്ക് ഉണ്ടായി കിട്ടും. അപ്പോൾ നമ്മുടെ മുളകിൻ്റെ ആവശ്യങ്ങളൊക്കെ നടക്കും. പിന്നെയാണെങ്കിൽ നല്ല വിഷമൊന്നും അടിക്കാത്ത മുളക് കിട്ടും നമുക്ക്. പിന്നെ നമുക്കറിയാം, ഞങ്ങളുടെ ഇവിടെ ഈ ഏരിയയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിറയെ പാറയും ഭയങ്കര, ശരിക്കും പറഞ്ഞാൽ ഒരു കാട്ടുമണ്ണാണ്. അപ്പോൾ എന്ത് നട്ടാലും ഉണ്ടാവും ഇവിടെ. ഞാൻ വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കൃഷി ചെയ്യുന്നുണ്ട്. ചേന, ചേമ്പ്, അത്യാവശ്യം വേണ്ട നമ്മുടെ വീട്ടിലേക്ക്. ഒരു വ്യവസായ അടിസ്ഥാനത്തിലല്ല, കാരണം എൻ്റെ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് ചാണകപ്പൊടിയും ചാരൊന്നും കിട്ടാത്തൊരു സാഹചര്യമാണെങ്കിൽ നമുക്ക് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, ഒരു 2-3 വളം വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ കുറച്ച് എല്ലുപൊടി ഒരു വളം മതി. കാരണം എല്ലുപൊടി അളവിൽ കുറവ് മതി. പിന്നെ ഒരു 1-2 വളം കയ്യിൽ കൊള്ളാവുന്നതും കപ്പലണ്ടി പിണ്ണാക്കും കൂടിയിട്ട് നടാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ചാണകപ്പൊടി കിട്ടാനുണ്ട്, ചാരവും കിട്ടാനുണ്ട്, നമ്മളിവിടെ വിറക് കത്തിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും കൃഷി ചെയ്യുക. വിഷമില്ലാത്ത ഐറ്റംസ്, നല്ല ഇത് കണ്ട നല്ല നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് ഇത് കണ്ടാൽ മനസ്സിലാവും. ഇത് നമുക്ക് ആവശ്യത്തിന് നമുക്ക് പറിച്ചെടുക്കാം. ആവശ്യം എപ്പോഴാണ് വരുന്നത് അപ്പോൾ നമുക്ക് പറിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് കൃഷി ചെയ്യുക. വിഷമില്ലാത്ത ഐറ്റംസ് കഴിക്കുക. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. ഓക്കെ, താങ്ക് യു.